തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടുള്ള പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടി. കരട് രേഖയിൽ തുടർ നടപടി വേണ്ട എന്നാണ് തീരുമാനം. മേഘന മുരളി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘന, ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണോ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? തീർച്ചയായും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായാണ് മുന്നോട്ട് വന്നത്. അതിനടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇനി തുടർ നടപടികൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തുന്നത്. അതിൽ ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലയാളം സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ ക്യാമ്പസിനുള്ളിൽ മുദ്രാവാക്യം വിളികൾ പാടില്ല, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പെരുമാറ്റച്ചട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത് എന്നുള്ളതാണ് സർവകലാശാലയുടെ ഒരു വിശദീകരണം ഉണ്ടായത്. അതിനു പിന്നാലെയാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. ശേഷം കരട് രേഖയിൽ ഇനി തുടർ നടപടികൾ വേണ്ട എന്നുള്ളതാണ് സർവകലാശാലയുടെ തീരുമാനം. വിദ്യാർത്ഥി രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടുള്ള പെരുമാറ്റച്ചട്ടം പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കൂടി ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയിരുന്നത്. അങ്ങനെ ഗവർണർക്കെതിരെ അടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു SFIയുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ SFI അടക്കം പ്രതികരിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ വിദ്യാർത്ഥി സമരങ്ങളുടെ വിജയമായാണ് ഈ ഒരു പെരുമാറ്റച്ചട്ടം പിൻവലിച്ചത് എന്നുള്ളതാണ്. അല്പസമയം മുന്നെയാണ് ഇനി തുടർ നടപടികൾ വേണ്ട എന്നുള്ള അറിയിപ്പ് മലയാളം സർവകലാശാലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.